ഹായ് ഗായ്സ്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും തന്നെ അവരവരുടെ മുഖം നല്ല ഗ്ലോ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ഫേസിൽ ഒരു കറുത്ത പാടോ കുത്തോ തഴമ്പോ ഒന്നുമില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുന്ന സ്കിന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു വേനൽക്കാലത്ത് കിട്ടുന്ന ഒരു കാര്യമാണിത്. പൊതുവേ നമ്മൾ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടാവാം റൈസ് ക്രീം അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ക്രീം, റോ മിൽക്ക്, നമ്മുടെ പച്ചപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യൽ, ആലുവേറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും സാധാരണയായിട്ട് ഒരു ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡിക്കകത്ത് വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേനൽ സമയത്ത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇത് ഫേസിലേക്ക് മാത്രമല്ല, നമുക്ക് അകത്തേക്ക് കഴിക്കാനും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കളറ് അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഞാൻ ആരെയാണ് പറയുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ റെമഡി ചെയ്തെടുത്തു എന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ ആൾ വേറെ ആരുമല്ല, നമ്മുടെ വാട്ടർമെലനാണ്, തണ്ണിമത്തനാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിറം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ആ ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. കൊറിയൻകാരുടെ വാട്ടർമെലൻ്റെ ടോണർന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കളറിലുള്ള ആ ഒരു ടോണറും ക്രീമും അതിൻ്റെ തന്നെ എല്ലാ ടൈപ്പും ഉണ്ടാവും. സിറം, ടോണർ, മോയ്സ്ചറൈസർ, ജെല്ല് ഇതെല്ലാം ഉണ്ടാവും കേട്ടോ അതിനകത്ത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഈ ഒരു റെമഡി ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർമെലൻ്റെ ഈ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം, ഈ ഒരു തണ്ണിമത്തൻ്റെ വെള്ളം ധാരാളം നമുക്ക് കിട്ടും കേട്ടോ. പൊതുവേ നമ്മുടെ ആലുവേരയ്ക്കകത്ത് 99% വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ ഒരാൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാട്ടർമെലനും. ഇതിനകത്ത് 92% വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ, വെള്ളത്തിൻ്റെ അംശം. അപ്പോൾ അത് ഞാൻ കൈവച്ച് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് എത്രത്തോളം ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് ആരും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാട്ടർമെലൻ്റെ സീഡ്സ് കൂടി അതിനകത്ത് പെടും. അപ്പോൾ അതിനകത്ത് ഓയിൽ കണ്ടൻറ്റ് ഉണ്ട്. ആ ഒരു ഓയിൽ ചേരാത്ത വ്യക്തികളാണെങ്കിൽ അവർക്ക് പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കാൻ നിൽക്കരുത്. ഇതുപോലെ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രത്തോളം ആ ഒരു ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസിനകത്തേക്ക് വേറെ 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിംഗ് ബൗളാണ്. ഒട്ടും തന്നെ നനവില്ലാത്തൊരു ക്ലീൻ മിക്സിംഗ് ബൗൾ എടുക്കുക. എന്നതിന് ശേഷം അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചാണ്. ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് സ്റ്റാർച്ചും എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോ സ്റ്റാർച്ചാണ് എടുക്കുന്നത്, റൈസ് സ്റ്റാർച്ച് അല്ല പൊട്ടാറ്റോയുടെ സ്റ്റാർച്ച് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടാറ്റോ ഇല്ല, റൈസ് സ്റ്റാർച്ചാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാനിവിടെ പൊട്ടാറ്റോ സ്റ്റാർച്ചാണ് ചേർക്കുന്നത്. നമുക്കതാകുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്ക് ഫോമിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കുഞ്ഞു സ്പൂണിൽ 1 ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് തിക്നെസ് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റാർച്ച് പൗഡർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസും നല്ലത് തന്നെയാണ്, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കിതിൽ എനിക്കിഷ്ടം ഈ ഒരു പൊട്ടാറ്റോ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാർച്ച് മേക്കിംഗ് കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൽ പറഞ്ഞ റെമഡി ചെയ്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് ഫീഡ്ബാക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലുവേറ ജെല്ലാണ്. ഇത് ഞാൻ തന്നെ ചെയ്തെടുക്കുന്ന ജെല്ല് തന്നെയാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് കൂടി ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ജെല്ലാണ്. അത് ഞാനിവിടെ ഈ കാണുന്ന സ്പൂണിൽ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മിക്സ് ആവില്ല. ജസ്റ്റ് ഒന്ന് സമയം എടുത്ത് തന്നെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നല്ല സ്പൂൺ വെച്ചിട്ട് മാഷ് ചെയ്ത് മിക്സ് ആക്കുക. കാരണം ആ ഒരു സ്റ്റാർച്ചിൻ്റെ ചെറിയ കട്ടയായിട്ട് നമുക്ക് നിൽക്കും. അതിങ്ങനെ സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കുമ്പോൾ അത് ഉടയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് മാഷ് ചെയ്ത് മിക്സ് ആക്കി കൊണ്ടുവരാം. അത് നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കണ ആ ഒരു വാട്ടർമെലൻ്റെ ആ ഒരു ജ്യൂസ്, ആ ഒരു നമ്മൾ സ്ക്വീസ് ചെയ്തെടുത്ത ആ ഒരു നീര് അത് ഇതിനകത്തേക്ക് അല്പാൽപ്പമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 തുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും നിർബന്ധമില്ല, ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും.
അപ്പോൾ ഞാനിതിനകത്തേക്ക് ആ ഒരു ജ്യൂസ് ആഡ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കയ്യിൽ നിന്ന് പോയി കേട്ടോ. സംഭവം നമ്മളത് ചെയ്യുന്ന സമയത്ത് റെക്കോർഡാണെന്ന് കൊണ്ട് ചെയ്താണ്, പക്ഷേ സംഭവം റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ആലുവരിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ്, അത് അല്പാൽപ്പമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ച് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രീം ടൈപ്പായിട്ട് കിട്ടും. അല്ല നമ്മളത് കംപ്ലീറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറേശ്ശായിട്ടാണ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിറം കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കിട്ടുന്നത്, സിറം അല്ലെങ്കിൽ ടോണർ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നത്. എന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലിനകത്തേക്ക് അങ്ങ് ആക്കി ഫ്രിഡ്ജിനകത്ത് വേണം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടോ. ഒരു 1 വീക്ക് വരെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരിക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോയിങ് ആവാനും അതുപോലെ ഫേസിലുണ്ടാവുന്ന പാടും കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ആയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഒരു സിറം ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്തെ ഉപയോഗിക്കാം, ഉറുമ്പിൻ്റെ ശല്യം ഇല്ലെങ്കിൽ മാത്രം കേട്ടോ. ഇത് ഇച്ചിരി ആ ഒരു സ്വീറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പോൾ രാത്രി ഞാൻ അധികം സജസ്റ്റ് ആക്കുന്നില്ല. രാത്രി പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. നമുക്ക് പകൽ ഉപയോഗിക്കും. നിങ്ങൾ എപ്പോഴൊക്കെ ആണോ ഫ്രീ ആ ടൈമിലേക്ക് നിങ്ങൾക്ക് ഡെയിലി ഒരു 2-3 തവണയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസിൽ. ആ രീതിക്ക് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിരിക്കും, സൂപ്പർ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.